Hello friends, petrol and diesel and vela വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഇലക്ട്രിക്കിലേക്ക് മാറുന്ന കാര്യമാണ്. അപ്പോൾ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യനെ പോലത്തെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഇലക്ട്രിക്കിന്റെ സർവീസും അതുപോലെ തന്നെ വണ്ടികൾക്ക് ചാർജ് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ വളരെ കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു സംശയത്തിലാണ് കാരണം ഡെവലപ്പിംഗ് സ്റ്റേജ് ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ രണ്ടാമത് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് CNG എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നേരത്തെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ നേരത്തെ CNG നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അതിലുള്ള ഒരുപാട് ഗ്യാസ് സ്റ്റേഷൻസും അതുപോലെ തന്നെ അതിൻ്റെ ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ ഒരുപാട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർവീസ് സ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ഈ പെട്രോളും ഡീസലിനും വില കൂടിയപ്പോഴാണ് ഇതിനെപ്പറ്റി ആളുകൾ ചിന്തിച്ചു തുടങ്ങിയത്. മേജർ സിറ്റീസിലൊക്കെ ഇപ്പോൾ കൊച്ചി പോലത്തെ മേജർ സിറ്റീസിലൊക്കെ മെട്രോ സിറ്റീസിലൊക്കെ നേരത്തെ ഇതിൻ്റെ പമ്പുകളും അതുപോലെ തന്നെ അതിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ നേരത്തെ നടന്നിരുന്നു. ഇപ്പോൾ കൂടുതലും ഗ്രാമപ്രദേശങ്ങൾ അതുപോലെ മറ്റ് സിറ്റീൻ്റെ പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴാണ് ഇതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയത്. അതുതന്നെ പെട്ടെന്നൊരു ബൂമാണ് ഈ ഒരു ഡീസലിനും പെട്രോളിനും ഭയങ്കര വില കൂടിയതുകൊണ്ട് പെട്ടെന്നൊരു ബൂമാണ് ഈ ഒരു CNGയിൽ ഉണ്ടായിട്ടുള്ളത്. CNGയിലെ വണ്ടികൾ ഇപ്പോൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അതിനിപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ പെട്ടെന്ന് കമ്പനികൾക്ക് അത് പ്രൊവൈഡ് ചെയ്യാനുള്ളൊരു സമയം കൂടി കിട്ടാത്ത അവസ്ഥ ആയതുകൊണ്ട് ഇപ്പോൾ CNG വണ്ടികൾക്കൊക്കെ ഭയങ്കര വെയിറ്റിംഗ് പീരീഡാണ്. അപ്പോൾ ഒട്ടുമിക്ക ആളുകൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് ഫിറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് നമുക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇലക്ട്രിക്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള ഈ കത്തുന്നൊക്കെ പ്രശ്നങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെ CNGയിൽ പണ്ട് ഈ CNG വന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഗ്യാസിൻ്റെ ലീക്കേജ്, ഗ്യാസ് പൊട്ടിത്തെറിക്കുന്നതൊക്കെ. അപ്പോൾ അതിലൊക്കെ ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു CNG കിറ്റ് ചെയ്യാമെന്നാണ്. ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലൊവാറ്റോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക മേജർ വെഹിക്കിൾ മാനുഫാക്ചേഴ്സും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ടാറ്റ, മഹീന്ദ്ര, ഹുണ്ടൈ പോലത്തെ CNG വരുന്ന അതിലൊക്കെ വരുന്ന CNG കിറ്റുകൾ ലൊവാറ്റോ എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ ബ്രാൻഡിനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് CNG വണ്ടികളെ പറ്റി, CNGയിൽ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളും അതുപോലെ തന്നെ ലൊവാറ്റോൻ്റെ ബ്രാൻഡുകളെ പറ്റിയുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാനിവിടെ ഉള്ളത് ഗ്രീൻ ഫ്യൂൽ എന്ന് പറഞ്ഞ സർവീസ് സ്റ്റേഷനിലാണ്. ഇത് മലപ്പുറത്താണ്, മലപ്പുറത്ത് മേൽമുറിയിലാണ്. ഇവിടെ ഇപ്പോൾ എൻ്റെ ഇവിടെ ഈ ഒരു വാഗണാറിൻ്റെ ടാങ്ക് CNG ടാങ്കാണ് ഈ കാണുന്നത്. ഈ CNG ടാങ്ക് ഇപ്പോൾ ഓൾറെഡി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എത്ര എക്സ്പെൻസ് വരും, എത്ര സമയം എടുക്കും, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ അറിയാം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ ലൊവാറ്റോയുടെ സർവീസ് സെൻറ്ററിൽ മാനേജറായിട്ടുള്ള അസീഫ്ക്ക ഉണ്ട്. അപ്പോൾ അസീഫിനോട് നമുക്ക് ഫസ്റ്റ് ചോദിക്കാം ലൊവാറ്റോൻ്റെ ബ്രാൻഡിനെ പറ്റി. കാരണം ലൊവാറ്റോ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് CNGൻ്റെ വില കൂടിയപ്പോഴാണ് ശരിക്കും ബ്രാൻഡുകളെ പറ്റി നമ്മൾ അന്വേഷിച്ച് തുടങ്ങിയത്. അപ്പോൾ ലൊവാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വർഷങ്ങളായിട്ടുള്ളൊരു ബ്രാൻഡാണ്. അപ്പോൾ ശരിക്കും ലൊവാറ്റോൻ്റെ ബ്രാൻഡിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ലൊവാറ്റോ എന്ന് പറഞ്ഞാൽ ഇതൊരു ഇറ്റാലിയൻ ബ്രാൻഡാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിതമല്ല, ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത ബ്രാൻഡാണ്. അപ്പോൾ ഈ പാർട്സും സാധനം ഫുള്ള് ഇറ്റലി ബ്രാൻഡാണ്. അതായത് എല്ലാ പാർട്സുമിലും നമ്മൾ സാധാ ഓരോ പാർട്സും സ്റ്റിക്കറായിട്ട് വരിക. ഇതെല്ലാ പാർട്സുമിലും പഞ്ചിങ്ങാണ് വരുന്നത്. അതായത് മെറ്റൽ പാർട്സും പഞ്ചിങ്ങാണ് വരുന്നത്. അതിലൊക്കെ ഫുള്ളിലും മെയ്ഡ് ഇൻ ഇറ്റലിയിൽ നിന്നുണ്ടാവും. ഒക്കെ ഇമ്പോർട്ടഡ് സാധനമാണ്. അതായത് ഒരിക്കലും ഇന്ത്യയിൽ നിർമ്മിതമായ സാധനമല്ല അത് ലൊവാറ്റോ എന്ന് പറഞ്ഞത്. പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ വരുന്ന മാരുതി വെഹിക്കിള്, അതേമാതിരി ടാറ്റ, ഹുണ്ടായി, ഈ വണ്ടികളിലൊക്കെ മാനുഫാക്ചേഴ്സ് അടക്കം CNG ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതും ഈ ലൊവാറ്റോ കമ്പനിയിൽ ഇറങ്ങുമ്പോൾ തന്നെ ലൊവാറ്റോയുടെ ഫിറ്റ് ചെയ്തിറങ്ങുന്നത്. ഈ സെയിം ബ്രാൻഡ് തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളത് അപ്പോൾ ശരിക്കും നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു പെട്രോൾ വണ്ടി എടുത്തിട്ട് ആഫ്റ്റർ മാർക്ക് അതിന് ശേഷം നമ്മൾ ലൊവാറ്റോ ചെയ്യുന്നതിലേക്ക് ചിലപ്പോൾ ഒക്കെ വിലക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ വ്യത്യാസമല്ലേ? കാരണം വെച്ചാൽ നമ്മൾ വണ്ടി ഷോറൂമിലാകുമ്പോൾ റേറ്റ് നല്ല വ്യത്യാസം ഉണ്ടാവും. നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഷോറൂമിൽ നിന്ന് എടുക്കുന്ന സമയത്തും നമ്മൾ ഇവിടുന്ന് ഫിറ്റ് ചെയ്യുന്ന സമയത്തും ഏകദേശം 70,000 മുതൽ 1,00,000 മാറ്റങ്ങൾ പല വണ്ടികളും മാറ്റം വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ വിലയിലേക്ക് വരാം. അപ്പോൾ ഏകദേശം എത്ര എക്സ്പെൻസ് ആവുന്നുണ്ട്? ഇപ്പോൾ ഒരു ഏറ്റവും ചെറിയ കാറൊന്നും ഒരു ഓൾട്ടോ എന്ന് തുടങ്ങാം നമുക്ക്. ഓൾട്ടോ പോലെ ചെറിയ കാറുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം 60,000 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 60,000. പിന്നെ നമുക്ക് CCക്ക് അനുസരിച്ചിട്ട് 64,000, 62,000, 64,000, 68,000 വരെ നമുക്ക് ഇതിൻ്റെ എക്സ്പെൻസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒന്നും കൂടി ഇഞ്ചക്ടർ കൂടിയ വണ്ടികളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ പ്രാഡോ, അതേമാതിരി അങ്ങനത്തെ ലാൻഡ് ക്രൂസർ വണ്ടികൾക്ക് വലിയ CCയിലെ വണ്ടി അവർക്ക് ഇഞ്ചക്ടർ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വണ്ടികളൊക്കെ ആകുമ്പോൾ ഏകദേശം 80,000 വരെ നമുക്ക് എക്സ്പെൻസ് വരും. ചെറിയ കാറുകൾക്ക് വരെ 60,000-70,000 ആ റേറ്റിൽ വരും. അതെ, 65 സ്വിഫ്റ്റ് വാഗണറൊക്കെ 65-നുള്ളിൽ തന്നെ വരുള്ളൂ, റേറ്റ് വരുള്ളൂ. ഇത് നമ്മൾ വെച്ചാൽ ഭാവിയിൽ വണ്ടിയുടെ പുള്ളിങ്ങും കാര്യങ്ങളൊന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി ഒരു അഡീഷണൽ ടൈമിംഗ് അഡ്വാൻസിന് കൂടി ഇതിൽ അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൂട്ടുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 1,800 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 62,000 ഉള്ളിലുള്ള എക്സ്പെൻസേ വരുള്ളൂ ചെയ്യാൻ. എല്ലാ വണ്ടിക്കും ഒരേ ടാങ്ക് കപ്പാസിറ്റിയാണ് വരുന്നത്, അതോ പല വണ്ടിക്കും പല ടാങ്ക് കസ്റ്റമറിന് സെലക്ട് ചെയ്യാവും? അത് കസ്റ്റമൈസാണ്. അതായത് കസ്റ്റമർക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് 10 കിലോ കപ്പാസിറ്റിയിലെ ടാങ്ക് ഉണ്ട്, 12 കിലോ കപ്പാസിറ്റിയിലെ ടാങ്ക് ഉണ്ട്, 14 കിലോ കപ്പാസിറ്റിയിലെ ടാങ്ക് ഉണ്ട്.
ഇതിലൊക്കെ വാട്ടർ കപ്പാസിറ്റി തന്നെ 10 കിലോ കപ്പാസിറ്റിയിലെ ടാങ്കിൽ വാട്ടർ കപ്പാസിറ്റി വരുന്നത് 60 കിലോനാണ്. 12 കിലോ വാട്ടർ കപ്പാസിറ്റിയിലെ ടാങ്കിൽ വാട്ടർ കപ്പാസിറ്റി വരുന്നത് 65 കിലോനാണ്. അപ്പോൾ ആ വാട്ടർ കപ്പാസിറ്റിയുള്ള അത്ര ഗ്യാസാണ് അകത്ത് കയറുക? അല്ലല്ല, അത് പറഞ്ഞാൽ വണ്ടിയുടെ വാട്ടർ അതിൽ ഉൾക്കൊള്ളുന്ന വെള്ളത്തിന്റെ ഉള്ളിലുള്ള ഒരു ഏരിയ ആണ്. അത് ഏരിയ ആണ്. അപ്പോൾ അതിന്റെ എത്ര ഗ്യാസ് കൊള്ളും? അതിന് 10 കിലോനെ കൊള്ളുക. 60 കിലോ വെയിറ്റിലെ ടാങ്കിൽ അത് ടാങ്കിൻ്റെ വെയിറ്റും കൂടി വരും ഈ വാട്ടർ കപ്പാസിറ്റിയിൽ. ഇപ്പോൾ 60 കിലോ വെയിറ്റിലെ ടാങ്കിൽ 10 കിലോനെ കൊള്ളുള്ളൂ. 65 കിലോ വെയിറ്റിലെ ടാങ്കിൽ 12 കിലോനാണ് കപ്പാസിറ്റി വരും. 12 കിലോ. പിന്നെ പമ്പിൻ്റെ അവിടുത്തെ പ്രഷറിനനുസരിച്ചിട്ടാവും അതിൽ കയറുന്ന ഗ്യാസിൻ്റെ അളവ് കാര്യങ്ങളും. അകത്തേക്ക് പമ്പ് ചെയ്യുന്ന പ്രഷറിനനുസരിച്ച്. അതെ, പമ്പിൽ ഇപ്പോൾ കറണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ജനറേറ്റർ ആണെന്നുണ്ടെങ്കിൽ പമ്പിൽ പവർ കുറയും, അത് ടാങ്കിൽ കയറാനുള്ള പവർ കുറയും. അപ്പോൾ ചിലപ്പോൾ 10 കിലോയിൽ 8 കിലോനൊക്കെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുൾ ടാങ്ക് കാണിക്കും. അവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ പമ്പിൽ 200 ബാർ പ്രഷർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. അതിൽ കുറഞ്ഞു കഴിഞ്ഞാലും ഈ പ്രഷർ നമ്മുടെ ടാങ്കിൽ കയറുന്ന പ്രഷർ കുറയും, അളവിൽ കുറയും. ഓക്കെ. ഇപ്പോൾ ആളുകളുടെ സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ പൊതുവെ നല്ലൊരു പെട്രോൾ വണ്ടിയിലാണ് ചെയ്ത് കാണുന്നത്, ഡീസൽ വണ്ടിയിൽ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? ഡീസൽ വണ്ടിയിൽ വെച്ചാൽ ഇപ്പോൾ നമ്മൾ കാർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഡീസലിൽ ഒരുപാട് സെൻസറിന് മാറ്റം വരുത്താണ്ട്, പിന്നെ അതേപോലെ ഇഞ്ചിൻ്റെ ഉള്ളിലുള്ള പിസ്റ്റന് റിങ്സ് കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താണ്ട് ഡീസലാകുമ്പോൾ അത് ആ എമൗണ്ട് ഒക്കെ പാടെ നോക്കുമ്പോൾ അവർക്കൊരു പെട്രോൾ വെഹിക്കിളിൽ CNG എടുക്കുന്നതാവും നല്ലത്. കാരണം അത്രയും അതായത് ഇഞ്ചിനിൽ മാറ്റം വരുത്തണം, സെൻസറുകൾ മുകളിൽ മാറ്റം വരുത്തണം. അതുകൊണ്ട് പെട്രോൾ അത്ര പണിയില്ല. ഇല്ല, പെട്രോളിൽ ആകെ നമുക്ക് ഫുള്ള് വയറിംഗ് കിറ്റ് അതേപോലെ 2-3 സെൻസർ ആഡ് ചെയ്യുക, അങ്ങനത്തെ മാറ്റം വരുത്തിയാൽ മതി. എഞ്ചിനിൽ മാറ്റം വരുത്താണ്ട് പെട്രോൾ ആകുമ്പോൾ പെട്രോളിൽ എഞ്ചിനിൽ യാതൊരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അതിന് കുറച്ച് കണക്ഷൻ കൊടുത്താൽ മതി, വയറിംഗിന്റെ കണക്ഷൻ, അതേമാതിരി സെൻസർ കാര്യങ്ങൾ, ECU സെൻസർ, അങ്ങനത്തെ കുറച്ച് ഇഞ്ചക്ടർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഗ്യാസിലേക്ക് കൺവേർട്ട് ചെയ്യാം. പിന്നെ ഈ ഓട്ടോമാറ്റിക്കലി പൊതുവെ നമ്മൾ പുതിയ വണ്ടി ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ CNG ഇതുവരെ കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ് ഓട്ടോമാറ്റിക്? പക്ഷേ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റിൽ പല ആളുകൾ ഫിറ്റ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ഓട്ടോമാറ്റിക് കമ്പനി ഇറക്കാത്തത്? അതും ഇതേമാതിരി എന്ന് വെച്ചാൽ എക്സ്പെൻസ് കൂടുതലാണ്. അത് നമുക്ക് ഒരുപാട് സെൻസറിൽ മാറ്റം വരുത്താണ്ട് ഓട്ടോമാറ്റിക് ആകുമ്പോൾ. കാരണം ഈ ഓട്ടോമാറ്റിക്കൽ എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനനുസരിച്ചിട്ട് ഗ്യാസിൻ്റെ ഫ്ലോ പോകണം. അപ്പോൾ അതിൻ്റെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻസറിൽ ഒരുപാട് സെൻസറിൽ മാറ്റം വരുത്താണ്ട്, ECM മാറ്റം വരുത്താണ്ട്, അതേപോലെ ഇഞ്ചക്ടറിൽ മാറ്റം വരുത്താണ്ട്, ECU മാറ്റം വരുത്താണ്ട്, വയറിങ്ങിലൊക്കെ മാറ്റം വരുത്താണ്ട്. അപ്പോൾ അതും എക്സ്പെൻസ് കൂടുതലായതുകൊണ്ടാണ് കമ്പനി അതിലേക്ക് വരാത്തത്. പക്ഷേ ആളുകൾ ആഫ്റ്റർ മാർക്കറ്റ് അപ്പോൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇല്ല, ചെയ്യുന്നതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം നമുക്ക് വേറെ കിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ നമ്മുടെ കയ്യിലുള്ള സെൻസർ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലവോട്ടോ കിറ്റാണ് നമ്മളിത് ചെയ്യുന്നത്. ആ ലവോട്ടോൻ്റെ കിറ്റിൽ ആ സെൻസറുകൾ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമുക്ക് CNGക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ ഗിയർ ബോക്സിനകത്ത് മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല? ഇല്ല, അതിലൊന്നും നമ്മൾ മാറ്റം ഇല്ല. നമ്മളാകെ അതിക്ക് വരുന്ന ഇൻഫർമേഷനിൽ ചില മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ECU ഫിറ്റ് ചെയ്യുന്നുണ്ട്, കൺട്രോൾ മൊഡ്യൂൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ അതിക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കും. ആ ഇൻഫർമേഷൻ അനുസരിച്ചിട്ടാണ് പിന്നെ ഗിയർ ഷിഫ്റ്റിങ്ങിനനുസരിച്ചിട്ട് നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലോ പോകുന്നത്. ഓക്കെ. ഏകദേശം എത്ര സമയം പിടിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇത് മൊത്തം ഇൻസ്റ്റാളേഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന്? നമുക്ക് ഏകദേശം 8 മണിക്കൂർ, അതായത് രാവിലെ കസ്റ്റമർ വണ്ടി 9 മണിക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വൈകുന്നേരം 5 to 6 നമുക്ക് കസ്റ്റമർക്ക് ഡെലിവറി കൊടുക്കുന്നുണ്ട്. 8 മണിക്കൂറിനുള്ളിൽ നമുക്ക് മതി. നമുക്ക് ഫിറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ പറ്റും. അതിന് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഫുള്ള് കാലിബ്രേഷൻ അടക്കം നമ്മൾ ചെയ്തുതരും. ഫുൾ ഫിറ്റിംഗ് അടക്കം CNG അടിച്ചിട്ട് ടെസ്റ്റ് ഡ്രൈവ് അടക്കം നടക്കും 8 മണിക്കൂറിനുള്ളിൽ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ സർവീസ് വല്ലതും വരുമോ? പിന്നെ എങ്ങനെ ഇതിൻ്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പെട്രോൾ സർവീസ് ചെയ്യുന്ന പോലെ അവരുടെ CNGൻ്റെ സർവീസ് ചെയ്യാം. അപ്പോൾ CNG സർവീസ് ചെയ്യാൻ നമ്മൾ ഇവിടെ തന്നെ വരണോ അതോ നമ്മൾ എവിടെയെങ്കിലും ലോക്കൽ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഷോറൂമിലോ ചെയ്തു തരാം? ഇല്ല, ഈ ലവോട്ടോയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് മെയിൻ്റനൻസ് കുറവാണ്. അതായത് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്തുള്ളൊരു മുടക്കുമുതലാണ് ഇതിന് ഇതായിട്ട് വരുള്ളൂ, എമൗണ്ട് ആയിട്ട് വരുള്ളൂ കസ്റ്റമർക്ക്. പിന്നെ നമ്മൾ കസ്റ്റമർ ഓരോ 10,000 ഓരോ പെട്രോൾ വെഹിക്കിൾ സർവീസ് വരിക, അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോൾ ഈ സർവീസ് ആ കസ്റ്റമർ കണ്ടിന്യൂ കറക്റ്റായിട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. നോർമൽ ആയിട്ടുള്ള പെട്രോൾ, ഓയിൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിന് സ്പാർക്ക് ബൈക്ക് ക്ലീൻ ചെയ്യുക, എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടിന്യൂ കറക്റ്റായിട്ട് ചെയ്ത് പോയാൽ അതല്ലാതെ ഇതിനായിട്ട് ഇപ്പോൾ CNG ഫിറ്റ് ചെയ്തുകൊണ്ടുള്ള സെപ്പറേറ്റ് ഒരു മെയിൻ്റനൻസോ സർവീസോ കാര്യങ്ങളൊന്നും കസ്റ്റമർ ചെയ്യേണ്ട ആവശ്യമില്ല. 4 വീലർ മാത്രമേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ? ഈ CNG നമുക്ക് 2 വീലറിന് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ 2 വീലറിൽ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇവിടെ 4 വീലർ മാത്രമേ ചെയ്യുന്നുള്ളൂ. 2 വീലറിൽ ചെയ്യാം, അതായത് വലിയ ബസ്സിൽ ചെയ്യാം, കണ്ടെയ്നറിൽ ചെയ്യാം, ലോറിയിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഡീസലിലൊക്കെ ചെയ്യാം, വണ്ടികളൊക്കെ മാറ്റിയായിട്ട് കാണുന്നുണ്ട്. ബസ്സിലാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഡീസൽ കാറുകളാവുമ്പോൾ എക്സ്പെൻസ് കൂടുതലാണ്. പക്ഷെ ബസ്സിൽ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി കുറവാണ്. കാരണം വെച്ചാൽ ബസ്സിൽ സെൻസറുകൾ കുറവാണ്. പിന്നെ അതിൻ്റെ പിസ്റ്റണ് കാര്യങ്ങളിലൊന്നും മാറ്റങ്ങൾ കുറയുന്നുണ്ട്. അപ്പോൾ അതാവുമ്പോൾ അതിൽ നമുക്ക് മാറ്റം വരുത്താം. അത്ര വലിയ എക്സ്പെൻസ് ആവില്ല. അതായത് കാറിൻ്റെ അത്ര ഡീസൽ കാറിൻ്റെ അത്ര എക്സ്പെൻസ് ആവില്ല.
ഇതിലെ ബസ്സിലാകുമ്പോൾ ഒരു 2 ലക്ഷത്തിനുള്ളിലൊക്കെ എമൗണ്ടേ വരുള്ളൂ CNG ക്ക് മാറാൻ. അത് എക്സ്പെൻസ് കുറവാണ് ബസ്സാകുമ്പോൾ. പക്ഷേ അപ്പോൾ ഇനി നമുക്ക് എത്ര നോർമലി നമുക്ക് അതിൻ്റെ ഒരു മൈലേജിൻ്റെ വേരിയേഷൻ വരിക? മൈലേജ് ആണെങ്കിൽ നമുക്കിപ്പോൾ ഏകദേശം 60% മൈലേജ് കൂടുതൽ കിട്ടും. അതായത് ഇപ്പോൾ പെട്രോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ആ പെട്രോൾ കിട്ടുന്ന മൈലേജിൻ്റെ 60% മൈലേജ് കൂടുതൽ കിട്ടും. 60-ൽ കൂടുതലും കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അൾട്ടോണൂറിലൊക്കെ ആണെങ്കിൽ 28, സെലേരിയ ഓട്ടോമാറ്റിക്കലി 28, 30 കിട്ടുന്നുണ്ട്. പിന്നെ എർട്ടിക ബ്രസീലും കാര്യങ്ങൾക്കൊക്കെ 27, 25, 27 വരെ കിട്ടുന്നുണ്ട് മൈലേജ്. ഇപ്പോൾ പെട്രോൾ ഡീസൽ വണ്ടികളിൽ ചെയ്താൽ അങ്ങനെ തന്നെയാണ് വരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞില്ലേ വലിയ വണ്ടിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ 60% കിട്ടും. കിട്ടുമല്ല. ഈ ലവോട്ടോ കമ്പനി പറഞ്ഞത് ഏകദേശം 60 to 70, 75 കിലോമീറ്റർ 60-75% മൈലേജ് കൂടുതൽ കിട്ടുന്നതാണ് അവർ കമ്പനി പറഞ്ഞത്. ലവോട്ടോയുടെ കമ്പനി പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്കിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇപ്പോൾ സർവീസ് ഒന്നുമില്ല. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ സ്പെയർ പാർട്സിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ ലവോട്ടിന് കമ്പനി നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് 2 വർഷം വരെ കസ്റ്റമേഴ്സിന് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇതിലെന്താ വെച്ചാൽ നമ്മൾ എല്ലാ പാർട്സിനും റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് കൊടുക്കുന്നത്. പണ്ടൊക്കെ LPG കിറ്റൊക്കെ കയറ്റുമ്പോൾ ഭയങ്കര സ്ലോ ആവാറുണ്ട്, പുള്ളിങ് കുറവാറുണ്ട്. പക്ഷേ CNG-യിൽ ഇപ്പം എങ്ങനെയാ ഒരു പുള്ളിങ് വ്യത്യാസം? CNG-യിൽ എന്ന് പറഞ്ഞാൽ ഒരു 5 to 10% ചെറിയൊരു പുള്ളി വ്യത്യാസം ഉണ്ടാകും CNG-യിൽ. പെട്രോളിന് CNG അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു 10 to 5% CNG-യുടെ പുള്ളിങ്ങിൽ മാറ്റം ഉണ്ടാവും, ചെറിയൊരു മാറ്റം ഉണ്ടാവും. അതും നമുക്ക് ഒരാളോ 2 ആൾ യാത്രയുടെ സമയത്തൊന്നും ഫീൽ ചെയ്യൂല. വണ്ടിയിൽ കപ്പാസിറ്റി ഇപ്പോൾ വണ്ടിയിൽ ഇപ്പോൾ 5 ആൾ കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 5 ആൾ യാത്രയുടെ സമയത്താണ് ആ ഒരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ. കാരണം ഇതിന് ബാക്കിൽ ടാങ്ക് ഉണ്ടാവുമല്ലോ, അത് അഡീഷണൽ വരികയാണല്ലോ. അത് നമ്മൾ ഈ വണ്ടിയിൽ വെയിറ്റ് കൂടാണല്ലോ. അതുകൊണ്ടുള്ള ആ സമയത്ത് മാത്രമേ കസ്റ്റമർക്ക് ഇത് ഫീൽ ചെയ്യുള്ളൂ. ബാക്കി അയാൾ 1, 2, 3 ആൾക്കാർ യാത്ര സമയത്തൊന്നും ഫീൽ ചെയ്യൂല. ആ ഒരു 5 ആൾക്കാർ യാത്ര ചെയ്തി. അപ്പം നമ്മൾ 5 ആൾക്കാർ യാത്ര ആളായിട്ട് ഒരിക്കലും യാത്ര ചെയ്യൂലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പൊതുവെ കമ്പനിയിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അവർ ഈ CNG ടാങ്ക് വെക്കുമ്പോൾ അനുസരിച്ച് സസ്പെൻഷനിൽ മാറ്റം വരുത്തുന്നു പറഞ്ഞിട്ട്. ഇതിപ്പോൾ നമ്മൾ സസ്പെൻഷനിലൊന്നും മാറ്റം വരുത്തുന്നത് ജസ്റ്റ് ടാങ്ക് ഫിറ്റ് ചെയ്യണമല്ലോ. ഇല്ല, അത് മാറ്റം വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ടാങ്ക് ഫിറ്റ് ചെയ്യണേ മാത്രമേ ഉള്ളൂ. കാരണം ഈ കസ്റ്റമർ എന്ന് വെച്ചാൽ നമ്മളവിടെ ചോദിക്കണ്ടേ കണ്ടിന്യൂസ് നിങ്ങൾ ലോഡ് കയറ്റി പോലുണ്ടോ എന്നുള്ളതൊക്കെ. അങ്ങനെ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സസ്പെൻഷനിൽ മാറ്റം വരുത്തേണ്ടി വരും. പിന്നെ അതുപോലെ എന്താ പറയുക മൈലേജിനും കാര്യങ്ങളൊക്കെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. കറക്റ്റ് എല്ലാ ഓരോ 1000-2000 കിലോമീറ്ററിനുള്ളിൽ അലൈൻമെൻറ്റും കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. കണ്ടിന്യൂസ്ലി വെയിറ്റ് കൊണ്ടുപോകണമെങ്കിൽ മാത്രം. ഇപ്പോൾ 3-4 ആൾക്കാർ യാത്രയുടെ സമയത്താണെങ്കിൽ ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് 4-5 ആൾക്കാർ യാത്ര ഉണ്ടെങ്കിൽ ഒന്നും പ്രശ്നമില്ല. കണ്ടിന്യൂസ്ലി നമുക്ക് ആൾ പോകണമെങ്കിൽ മാത്രം ലോഡ് പോകണമെങ്കിൽ മാത്രം ഉള്ളൂ. അത് നമ്മൾ കസ്റ്റമറോട് തന്നെ ചോദിക്കേണ്ടത്. ലോഡ് കൊണ്ടുപോകേണ്ട എത്ര ലോഡാണ് കൊണ്ടുപോകേണ്ടത്, എന്ത് സാധനം പാർട്സ് നമുക്ക് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ നമ്മൾ ഈക്കോ ഫിറ്റ് ആണെങ്കിലും അടക്കം നമ്മൾ ചോദിക്കേണ്ട കസ്റ്റമേഴ്സിനോട്. നിങ്ങൾ ഇതിൽ ഇത് കൊമേഴ്ഷ്യലാണോ അതോ ഫാമിലി യൂസിനാണോ ചെയ്യുന്നുള്ളത്. അതെ. അപ്പോൾ അത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര വെയിറ്റ് ആണെങ്കിൽ ഇത് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ കസ്റ്റമറോട് ചോദിക്കേണ്ടത്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ വണ്ടിക്കും കസ്റ്റമേഴ്സിനോട് ഇൻഫോം ചെയ്യുന്നത് എന്താണ് ഇതിന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മുടെ ലവോട്ടോയുടെ കിറ്റ് ചെയ്യുമ്പോഴേ വണ്ടിയിൽ അഡീഷണൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു സെൻസർ വരുന്നുണ്ട്, ECU എന്ന് പറഞ്ഞ സെൻസർ വരുന്നുണ്ട്, ഒരു ടൈമിംഗ് അഡ്വാൻസർ എന്ന് പറഞ്ഞൊരു സെൻസർ വരുന്നുണ്ട്, പിന്നെ ഒരു മാപ്പ് സെൻസർ വരുന്നുണ്ട്, പിന്നെ ഓസ് കാര്യങ്ങൾ, വയറിംഗ് കിറ്റ് കാര്യങ്ങൾ, പിന്നെ സിലിണ്ടർമൊക്കെ ഇഞ്ചക്ടർ അഡീഷണൽ വരുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ സിലിണ്ടർമെന്ന് കണക്ഷൻ പോകുന്ന ഗ്യാസ് എഞ്ചിനിലേക്ക് മാറുന്നത് റെഡ്യൂസർ എന്ന് പറയും. പിന്നെ ഇവിടെയാണ് നമുക്ക് ഫില്ലിംഗ് ഹോസ് വരിക. അതായത് നമുക്ക് ഒരു വണ്ടി പുറത്തുനിന്ന് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് RC ക്ക് മാറണമെന്നുണ്ടെങ്കിൽ RTO നോംസ് വരുന്നതാണ്. അതിന് ഫില്ലിങ് ഇവിടെ പാടുള്ളൂ എന്നുള്ളത്. അത് ഫില്ലിംഗ് ഹോസ് വരുന്നുണ്ട് ഇവിടെ. പിന്നെ ഡയറക്റ്റ് ബാറ്ററിക്ക് കണക്ഷനും കാര്യങ്ങളും വരും. ബാറ്ററിൻ്റെ സൈഡിൽ ഒരു ഫ്യൂസ് വരും അഡീഷണൽ. ഇതാണ് നമ്മൾ കോമ്പിനൻസ് പ്ലേറ്റ് വരുന്നത്. ഇതിലെന്ന് വെച്ചാൽ ഇതിൽ ടാങ്ക് സിലിണ്ടർ നമ്പർ ഉണ്ടാവും, എന്നാണ് ഈ കിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത ഡേറ്റ് ഉണ്ടാവും, അതിൻ്റെ വാട്ടർ കപ്പാസിറ്റി ഉണ്ടാവും, അതായത് ഇതിൻ്റെ എത്ര കിലോനാണ് ഇതിൽ ടാങ്കിൽ വരുന്നത് എന്നുള്ളത് കപ്പാസിറ്റി ഉണ്ടാവും. പിന്നെ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ടാങ്ക് ലാസ്റ്റ് എന്ന റീടെസ്റ്റ് ചെയ്ത ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. ഈ സാധനം നമ്മൾ ഇതിൻ്റെ കൂടെ ഫിറ്റ് ചെയ്യും. ഇത് ഫിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഫിറ്റ് ചെയ്താൽ മാത്രമേ ഒരു പമ്പിൽ നിന്ന് CNG ഫില്ല് ചെയ്ത് തരുള്ളൂ. പിന്നെ നമുക്ക് വെഹിക്കിളിൻ്റെ ഉള്ളിൽ ഒരു ചേഞ്ച് ഓവർ സ്വിച്ച് വരുന്നുണ്ട്. ഇതാണ് വരുന്നത്. ഇത് മേലെ ഓറഞ്ച് കത്തിക്കൊണ്ടിരുന്നാൽ അത് വണ്ടി ഇപ്പോഴും പെട്രോളാണ് ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് ഇപ്പോൾ റെഡ് ഇവിടെ കത്തിക്കഴിഞ്ഞാൽ മേലെ ഓറഞ്ച് ഓഫ് ആവും. ഇവിടെ ഈ ഗ്രീൻ കത്തിക്കഴിഞ്ഞാൽ അത് CNG-യിലേക്ക് മാറി. CNG-യിലാണ് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ് എടുക്കുന്നത്. ഇത് CNG-യുടെ അളവ് കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുക, ഈ ഭാഗത്ത് കാണിക്കുന്നത്. ഇതിൽ നമുക്ക് മാനുവലായിട്ട് CNG പെട്രോൾക്ക് മാറ്റാനും CNG-ക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. സ്റ്റാർട്ടിങ് എപ്പോഴും വണ്ടി പെട്രോൾ ആയിരിക്കും.
പിന്നെ 10 സെക്കൻഡിനുള്ളിൽ CNGക്ക് ഓട്ടോമാറ്റിക് വണ്ടി മാറും. CNG കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പെട്രോൾക്കും മാറും. ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഇൻ കേസ് കസ്റ്റമർക്ക് ലോങ് ഒക്കെ പോകുന്ന സമയത്ത് CNG കിട്ടാത്തൊരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് CNG ഒഴിവാക്കി പെട്രോൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വണ്ടി പെട്രോൾ തന്നെ മാറും. നമ്മുടെ കൂടെ ഇന്നൊരു കസ്റ്റമറെ കിട്ടിയിട്ടുണ്ട്. 2 മാസത്തോളം അദ്ദേഹം CNG ഫിറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ എർട്ടിക പെട്രോൾ വണ്ടിയിൽ. അപ്പോൾ നമുക്ക് കസ്റ്റമർ ഫീഡ്ബാക്ക് കൂടിയും അറിയാനുള്ളൊരു ഭാഗ്യമുണ്ട്. അപ്പോൾ നമ്മളൊരു കസ്റ്റമർ സന്തോഷമായിട്ടുണ്ട് ചോദിച്ചറിയാം. ഇപ്പോൾ 2 മാസമായില്ലേ കറക്റ്റ്? ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും? ഒരു 750 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 750 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ എർട്ടിക ആയതുകൊണ്ട് ഒരു ഫാമിലി കാറാണല്ലോ. അപ്പോൾ നിങ്ങൾ ഫുൾ ലോഡ് കയറുമ്പോൾ എങ്ങനെ പുള്ളിങ്ങിൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഫുൾ ലോഡ് അധികം ട്രിപ്പ് ഓടിയിട്ടില്ല, പക്ഷെ എന്നാലും അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ഇല്ല, ഫുൾ ലോഡ് കയറിയാലും വലിയൊരു വലിക്ക് വ്യത്യാസം തോന്നിയില്ല, ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ തുടക്കത്തിൽ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു മൈലേജിൻ്റെ മാറ്റം വരുന്നുണ്ടോ അതോ സമയം എടുക്കുമോ അതൊരു കറക്റ്റായിട്ട് വരാൻ? തുടക്കത്തിൽ തന്നെ എനിക്കത് ഫീൽ ചെയ്തു. കാരണം പെട്രോളിൽ എനിക്കൊരു 12-13 കിട്ടിക്കൊണ്ടിരുന്നത്. അത് ഷിഫ്റ്റ് ചെയ്ത ഉടനെ എനിക്ക് 19-20 കാണിച്ചിട്ടുണ്ട് പെട്രോളിൽ. ഇത് മാനുവലല്ലേ? ഓട്ടോമാറ്റിക് മാനുവൽ. ഓക്കെ. അപ്പോൾ അന്ന് എർട്ടിയൊക്കെ ഏകദേശം എത്ര കോസ്റ്റ് ആയിട്ടുണ്ടായി 2 മാസം മുന്നേ ചെയ്യുമ്പോഴാണ് ഇൻസ്റ്റാൾമെന്റ് ചെയ്യാൻ? 64,000 രൂപ എർട്ടിയൊക്കെ ആയില്ലേ? ഓക്കെ. പിന്നെ AC ഇടുമ്പോൾ പുള്ളിങ് വ്യത്യാസം അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എല്ലാം ഒരേ ലീനിയർ ആയിട്ട് പോകും. പുതിയ വണ്ടി ആയതുകൊണ്ട് ആയിരിക്കാം. എന്നാലും എന്തായാലും എത്ര കിലോമീറ്റർ വണ്ടി? എത്ര കിലോമീറ്റർ? 12,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. 12,000 കിലോമീറ്റർ. അപ്പോൾ അവിടെ നിന്ന് എടുക്കാതെ ഇവിടെ വന്നിട്ട് നേരെ ചെയ്തില്ലേ പുതിയ വണ്ടി ആയപ്പോൾ തന്നെ? അപ്പോൾ എന്താ ഷോറൂമിൽ പുതിയ വണ്ടി CNG അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ പ്രശ്നം CNG വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ എത്രയും പെട്ടെന്ന് ലോവാറ്റോയിൽ വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതല്ലേ. പിന്നെ ഇപ്പോൾ ഡെയിലി യൂസിനിപ്പം ബൈക്കിനേക്കാൾ നല്ലത് എന്നുള്ളത് അപ്പോൾ സ്ഥിരം ഉപയോഗിക്കേണ്ടതുകൊണ്ട് ഇപ്പോൾ എപ്പോഴാണ് മഴ കാറ്റ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും 4 വീലറിന് നല്ലത്. അല്ല, പെട്രോളിന് ഡീസലിന് വില കൂടുന്നത് കൊണ്ട് ഇപ്പോൾ ആളുകൾ കൂടുതൽ CNGയിലേക്ക് മാറുമ്പോൾ പല സംശയങ്ങളാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആളെടുത്ത് അറിയാനാണ് ആളുകൾക്ക് കൂടുതൽ താല്പര്യം. എനിക്ക് ഫീൽ ചെയ്ത അങ്ങനത്തെ നല്ല മറ്റുള്ളവർ പറഞ്ഞ അനുഭവത്തിൽ നിന്നാണ് ഞാൻ CNGയിലേക്ക് മാറിയത്. എൻ്റെ അനുഭവത്തിലും നല്ലൊരു അനുഭവമാണ്. നല്ലതാണ്. കാരണം ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ മൈലേജിൻ്റെ കാര്യത്തിൽ വ്യത്യാസം തോന്നിക്കുന്നുണ്ട്. ഡെയിലി ഉപയോഗിക്കുമ്പോൾ പെട്രോളും നല്ല ഓട്ടം വ്യത്യാസം. 15 12 20 അപ്പോൾ ഓൾമോസ്റ്റ് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ വിലയിൽ മാറ്റമുണ്ടല്ലോ. ഇപ്പം കൂടിക്കൊണ്ടിരിക്കുന്നു. പെട്രോളും CNG നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ഡീസലും CNG നോക്കുമ്പോൾ ഏകദേശം 4-5 കിലോ അത്രയും ഇപ്പോൾ കൂടി വരുന്നുണ്ട്. 12 പെട്രോൾ അത്രയും 107 അങ്ങോട്ടാണ്. 106 107. അപ്പോൾ മറ്റേ CNGക്ക് ഇപ്പോൾ 91. ഓക്കെ, താങ്ക് യു. ലൊവാറ്റോൻ്റെ സർവീസും ഇൻസ്റ്റാൾമെൻറ്റും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെട്ടത്. ലൊവാറ്റോൻ്റെ മലപ്പുറത്തുള്ള ഷോറൂമിൻ്റെ ഡീറ്റെയിൽസ് ലൊക്കേഷനൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് പെട്രോൾ വാഹനമാണെങ്കിലും ഇവിടെ വന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞ് അതിൻ്റെ ടൈം അപ്പോയിൻമെൻറ്റ് വാങ്ങിയതിന് ശേഷം നിങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റ് ചെയ്യാം. നല്ല ഒരു റിവ്യൂ ആണ് ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ യാത്ര ചെലവ് കുറക്കാൻ ഇതല്ലാണ്ട് ഇപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ട് മാർഗ്ഗങ്ങളൊന്നുമില്ല. ഇപ്പോൾ ചെറിയ ബൈക്കുകളും ഇലക്ട്രിക് സ്കൂട്ടേഴ്സൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ കാറുകളിൽ ഇപ്പോൾ CNG ആണ് താൽക്കാലികമായിട്ട് നമുക്ക് ഒരു ശമനം എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഒരുപാട് ബ്രാൻഡുകൾ ഇപ്പോൾ മാരുതി ആണെങ്കിലും ഹുണ്ടൈ ആണെങ്കിലും ടാറ്റ ആണെങ്കിലും CNGനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ആളുകൾക്ക് പെട്ടെന്ന് ഇലക്ട്രിക്കിലേക്ക് മാറാനൊരു പേടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിന് ലൊവാറ്റോനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം ഒരുപാട് പേർക്ക് CNGനെ പറ്റി അറിവില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് CNGനെ പറ്റി അറിവ് കിട്ടാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെ സലാം.